ഇപ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞു, KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് ലോൺ കൊടുത്ത് സഹായിക്കേണ്ട സ്ഥാപനം അല്ലേ? അവർക്കൊരു ഇതുണ്ട്, കരുതൽ ധനം വെക്കണം, എപ്പോഴും ഒരു ഫിക്സഡ് മണി കയ്യിൽ വേണം. ഇവര് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ കേട്ടോളാം, KFCയുടെ 61 കോടി രൂപ ഫെഡറൽ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു, 8.69% പലിശ. ഇപ്പൊ അത് പൂർത്തിയാവുകയാണെങ്കിൽ 109 കോടി രൂപ കിട്ടുമായിരുന്നു. 61 കോടി രൂപ 8.69% പലിശ, 109 കോടി കിട്ടുമായിരുന്നു. ഇവർ എന്ത് ചെയ്തെന്നറിയാമോ? ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാലാവധിയുടെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ പൈസ എടുത്ത് സെബിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗീകാരമില്ലാത്ത, റിസർവ് ബാങ്കിന്റെ അംഗീകാരമില്ലാത്ത അനിൽ അംബാനി എന്ന് പറയുന്ന കോർപ്പറേറ്റിന്റെ കമ്പനിയിൽ നിക്ഷേപിച്ചു. അനിൽ അംബാനി എന്ന് പറയുന്നത് മുകേഷ് അംബാനിയുടെ അനിയനാണ്, എല്ലാ കമ്പനിയും പൂട്ടിപ്പോയ ആളാണ്. അയാളുടെ കമ്പനികൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അയാളുടെ ഒരു സഹോദര സ്ഥാപനം ഇവര് ഈ കേരള ഗവൺമെന്റ് ഈ പണം നിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ കുറെ ബാങ്കുകൾ കൂടി കൊടുക്കാനുള്ള പൈസ എത്രയായിരുന്നു? 50,000 കോടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. എന്നിട്ട് വിവിധ ദേശസാൽകൃത ബാങ്കുകൾ കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു അനിൽ അംബാനിയുടെ കമ്പനിക്കെതിരായി. 50 കോടിയല്ല, 50,000 കോടി. അങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കമ്പനി കൊണ്ട് നമ്മുടെ പിണറായി സർക്കാർ ഈ കാശ് എവിടെ കിടന്നിരുന്ന പൈസ? ഫെഡറൽ ബാങ്കിൽ മര്യാദ കിടന്നിരുന്ന പൈസ. 2019 അത് കൂട്ടിപ്പോയി കമ്പനി. ഇപ്പൊ 110 കോടി, 109 കോടി കിട്ടണമല്ലോ. 109 ചില്ല. എത്ര കിട്ടിയെന്നറിയാമോ? ആകെ 7.5 കോടി. 103 കോടി അവിടെ പോയി, ഗോപിയായി പോയി, സാധനം പോയി. അപ്പൊ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ ഇട്ടിരുന്ന സർക്കാരിന്റെ പൈസ കൊണ്ട് ഈ മുങ്ങുന്ന കമ്പനി ഇട്ടത്? കമ്മീഷൻ. അവര് കൂട്ടി പോവാണെന്ന് അവർക്കറിയാം. ഇവിടെ കാശിട്ട കമ്മീഷൻ തന്നേക്കാന്ന് പറഞ്ഞു. AKG സെന്ററിൽ ഇരുന്ന് പാർട്ടി ബന്ധുക്കൾ എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി. സർക്കാരിന്റെ പണം കൊണ്ട് മുങ്ങുന്ന കമ്പനിയിലിട്ട് കമ്മീഷൻ അടിച്ച സർക്കാരാണ്. സർക്കാർ ഇപ്പൊ ഇന്നലെ മന്ത്രിസഭാ യോഗം കൂടി. പാലക്കാട് ഒരു കമ്പനിക്ക്, മധ്യപ്രദേശിലുള്ള കമ്പനിക്ക് എന്തൊക്കെയാണ്? എത്തനോൾ പ്ലാന്റ്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ഡിസ്റ്റിലറി, ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, സ്പിരിറ്റ് യൂണിറ്റ്, കള്ളുണ്ടാക്കാൻ, മദ്യം ഉണ്ടാക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെ? ടെൻഡർ ഉണ്ടായിരുന്നു. എന്താ നടപടിക്രമം? ആർക്കറിയാം? ഒരു നടപടിക്രമവും ഇല്ലാതെ അതിന്റെ വിവരം നാളെ ബാക്കി വരും, എന്റെ വിവരങ്ങൾ വരും. എന്താണ് അതിന്റെ പുറകിൽ നടന്നത്? ഒരു കമ്പനിക്ക് കൊടുത്തേക്കാണ്. ഒന്ന് പാലക്കാട് വെള്ളമില്ല, ഭൂഗർഭ ജലമില്ല. കൊക്കക്കോള കമ്പനിയുടെ പ്ലാച്ചിമണ യൂണിറ്റ് കൂട്ടിച്ചാണ് നാട്ടുകാർ വെള്ളമില്ലാണ്ട്. അതിനേക്കാൾ കൂടുതൽ വെള്ളം വേണ്ട ഈ കള്ള് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. എല്ലാം ഏർപ്പാടാ. പോണ വഴിയല്ലേ, അറിയാല്ല, പോണ പോക്കാണ്. ഇതെല്ലാം കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാർ. പിന്നെന്താ? കുഞ്ഞുങ്ങളെ കൊന്നു. 2 പേരെ പെരിയയിൽ, ശരത്ലാലിനെ, കൃപേഷിനെ. ഒരു 2 കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്നു കുഞ്ഞുങ്ങൾ അല്ലേ? അവർക്കെതിരെ എല്ലാ പാർട്ടിയാണ് ചെയ്തത്, അറിയാലോ. ഗൂഢാലോചന നടത്തുന്നത് പാർട്ടി, ആരെ കൊണ്ട് കൊല്ലിക്കണമെന്ന് തീരുമാനിക്കുന്ന പാർട്ടി, കൊല്ലേണ്ട സമയം തീരുമാനിക്കുന്നത് പാർട്ടി, കൊല്ലുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി, ആയുധം കൊടുക്കുന്നത് പാർട്ടി, കൊന്നു കഴിഞ്ഞാൽ ആയുധം ഒളിപ്പിക്കുന്നത് പാർട്ടി, പ്രതിയെ ഒളിപ്പിക്കുന്നത് പാർട്ടി, കേസ് നടത്തുന്നത് പാർട്ടി. അപ്പൊ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ പോലീസ് അന്വേഷണത്തിൽ തൃപ്തി പോരാ എന്ന് പറഞ്ഞ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം ചോദിച്ചു. അയ്യോ, CBI വേണ്ട. ആരാ പറയുന്നത്? പിണറായി സർക്കാർ. എവിടെന്നാ വക്കീലിനെ കൊണ്ടുവന്നത്? സുപ്രീം കോടതിയിൽ നിന്ന്. 2 കുഞ്ഞുങ്ങളെ കൊന്നവരെ രക്ഷിക്കാൻ, പ്രതികളെ രക്ഷിക്കാൻ 1.5 കോടി രൂപ മുടക്കി ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്നു.
ആരുടെ പൈസ? 1.5 കോടി രൂപ. നമ്മുടെ പൈസ, നമ്മുടെ നികുതി പണം മുടക്കി കൊലപാതകികളെ രക്ഷിക്കാൻ ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന് 1.5 കോടി കൊടുത്തു. എന്നിട്ട് രക്ഷപ്പെട്ടോ? 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. മുൻ MLA ഉൾപ്പെടെ ഉള്ള 5 പേർക്ക് 5 കൊല്ലം തടവ് ശിക്ഷ. 10 പേർക്കാണ് ഇരട്ട ജീവപര്യന്തം. ഇവര് ജയിലിലേക്ക് ചെല്ലുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് മാലയിട്ട് ഈ പ്രതികളെ, കുഞ്ഞുങ്ങളെ കൊന്ന ഈ പ്രതികളെ സ്വീകരിക്കുന്ന ഇത്രയും ഒരു വൃത്തികെട്ട പാർട്ടി ഈ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ലോകത്തെവിടെയെങ്കിലും? എന്താ അവര് കുഞ്ഞുങ്ങളോട് പറയുന്നത്? ചെറുപ്പക്കാരോട് കൊന്നിട്ട് വാ, ഞങ്ങൾക്ക് വേണ്ടി കൊന്നിട്ട് വാ, ഞങ്ങൾ രക്ഷിച്ചോളാം ഇതല്ലേ പറയുന്നത്. അവരാണ് ഈ കേരളം ഭരിക്കുന്നത്. അവരോടാണ് നമുക്ക് പ്രതികാരം ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നവരോട് പ്രതികാരം ചെയ്യണ്ടേ? അവരെ മാലയിട്ട് സ്വീകരിക്കുകയാണ്, മാലയിട്ട് പ്രതികളെ. എന്നിട്ട് 2 കോടി രൂപ പിരിവ് നടത്തിയ അടുത്ത കേസ് നടത്താൻ. ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? നാളെങ്കത്തെ പാർട്ടി നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെയും ജനങ്ങളെയും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെയും നോക്കി കൊഞ്ഞനം കുത്തുന്നൊരു പാർട്ടി. അവരോടാണ് നമ്മൾ പോരാടുന്നത്. അവരോടാണ് അന്തിമ പോരാട്ടം നടത്തുന്നത്. ഈ ദുർഭരണക്കാരെ, ഈ കൊലയാളികളെ ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കുഴിച്ചു മൂടുക.